കൊച്ചി കാക്കനാട് DLF ഫ്ളാറ്റിൽ കുടിവെള്ളത്തിൽ വീണ്ടും മാലിന്യമെന്ന സംശയം. പനിയും ഛർദിയുമായി 30ഓളം പേർക്ക് രോഗബാധ. ഫ്ളാറ്റിൽ തൃക്കാക്കര നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന തുടങ്ങി. ആരോഗ്യ വിഭാഗവും ആശാവർക്കർമാരുമാണ് പരിശോധന നടത്തുന്നത്. കുടിവെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട്. സൈഫുനിസ അലിയാർ ചേരുന്നു. സൈഫുനിസ, പരിശോധന ഇപ്പോഴും തുടരുകയാണോ? കാക്കനാട് DLF ഫ്ളാറ്റിൽ താമസിക്കുന്ന 30ഓളം പേർക്കാണ് ഇപ്പോൾ രോഗബാധ ഉണ്ടായിരിക്കുന്നത്. വൈറൽ പനി, ഛർദി, വയറിളക്കം തുടങ്ങിയ രോഗങ്ങളുമായാണ് വിവിധ ആശുപത്രികളിൽ ഇവർ ചികിത്സ തേടിയിരിക്കുന്നത്. നിലവിൽ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ ഇക്കൂട്ടത്തിൽ ഒരാൾക്ക് മഞ്ഞപ്പിത്തവും സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗവും ആശാവർക്കർമാരും ചേർന്ന് ഒരു സർവേ സംഘടിപ്പിച്ചിരുന്നു. അതാത് വീടുകളിൽ ഉപയോഗിക്കുന്ന വെള്ളം ഏത് എന്ന് സ്ഥിരീകരിക്കാനാണ്. അതായത് നിലവിൽ DLF ഫ്ളാറ്റുകളിൽ പല ജലസ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. 5 ജലസ്രോതസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതൊക്കെയാണ് ഓരോ ഫ്ളാറ്റുകാരും ഉപയോഗിക്കുന്നത്, ഈ അസുഖബാധിതരായ ആളുകളുടെ ഫ്ളാറ്റിൽ ഏതെല്ലാം വെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്നതടക്കമുള്ള സ്ഥിരീകരണങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ ഈ ഇവിടെ വൈറൽ രോഗങ്ങൾ പടർന്നു പിടിച്ചപ്പോൾ പോലും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. വേണ്ട സജ്ജീകരണങ്ങളും നടപടികളും എല്ലാം സ്വീകരിച്ചിരുന്നു. പക്ഷേ പിന്നീടും ഇപ്പോൾ ഇങ്ങനെയൊരു വെള്ളത്തിലൂടെ തന്നെ ഒരു ബാക്ടീരിയ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ജലത്തിലൂടെ തന്നെ ഉണ്ടായ പ്രശ്നങ്ങളാണ്, മലിനജലം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്നാണ് നിലവിൽ DMOയും സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലാബ് റിസൾട്ടുകളിൽ നിന്നാണ് ലഭ്യമാവുകയുള്ളൂ. നിലവിൽ കുടിവെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കുടിവെള്ളം ഇവിടെ ടാങ്കറുകളിലായി കൊണ്ടുവന്ന് അടിക്കുന്നുണ്ട്. ആ ടാങ്കറുകളിൽ നിന്നുള്ള വെള്ളവും ഒപ്പം തന്നെ ഈ DLF ഫ്ളാറ്റിന്റെ ടാങ്കിലെ വെള്ളവും, അതായത് ഈ വെള്ളം ശേഖരിക്കുന്ന ടാങ്കിലെ വെള്ളവും, ഇങ്ങനെ 2 വെള്ളവും ഇപ്പോൾ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം വന്നാൽ മാത്രമേ ഈക്കോളി ബാക്ടീരിയയുടെ അടക്കം സാന്നിധ്യം ഉണ്ടോ എന്ന് വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എല്ലാം തന്നെ ആരോഗ്യനില തൃപ്തികരമാണ്. എങ്കിലും ജാഗ്രത പാലിക്കാനായി മുനിസിപ്പാലിറ്റി അധികൃതർ ഈ DLFിൽ താമസിക്കുന്ന ആളുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുക എന്നുള്ളതാണ് നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. പാചകം ചെയ്യാനും കുടിക്കാനും എല്ലാം തന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കണം എന്നുള്ളതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് ഈ അസുഖം ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടാനും മുനിസിപ്പാലിറ്റിയെ വിവരം അറിയിക്കാനും മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. എന്നാലും മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗത്തിന്റെയും ആശാവർക്കറുടെയും സർവേയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാകും ഇക്കാര്യത്തിൽ എന്താണ് ഈ രോഗബാധയ്ക്ക് കാരണമെന്ന ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കും.